എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ലക്ഷദ്വീപിൽ മദ്യം കിട്ടിത്തുടങ്ങി. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ 245 കേസ് മദ്യമാണ് ലക്ഷദ്വീപിലെ ബംഗാരം ഐലൻഡിലേക്ക് കയറ്റി അയച്ചത്. നമുക്കറിയാം, ഈ ലക്ഷദ്വീപിൽ മദ്യം അങ്ങനെ ഒരുപാട് റിഫോംസ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ സിനിമാക്കാരും ഇവിടെ ആയിഷ സുൽത്താനും പൃഥ്വിരാജും പോലെയുള്ള ആൾക്കാർ, അവർ മാത്രമല്ല മലയാള സിനിമയിലെ ഒട്ടുമിക്ക ആൾക്കാരും സോഷ്യൽ മീഡിയ വഴി ക്യാമ്പയിൻ ചെയ്തിരുന്നു. സേവ് ലക്ഷദ്വീപ്, അതായത് BJP ഫാസിസം കൊണ്ടുവരുന്നത്, ലക്ഷദ്വീപിൽ ഫാസിസം കൊണ്ടുവരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ അന്ന് മോദി ഗവൺമെൻറ് ആ പ്രൊജക്റ്റിൽ ടൂറിസം എക്സ്പാൻഡ് ചെയ്ത ടൂറിസം റിജുവിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ മദ്യം, അതായത് മദ്യം പബ്ലിക്കലി അവൈലബിൾ അല്ല, അതായത് ഹോട്ടൽ റിസോർട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മദ്യം ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇവരൊക്കെ ഭയങ്കര പ്രശ്നം സോഷ്യൽ മീഡിയയിലൊക്കെ, അതായത് ഈ ആയിഷ സുൽത്താന, പൃഥ്വിരാജ്, ടോവിനോ തോമസ്, അങ്ങനെ മലയാള സിനിമയിൽ ഒട്ടുമിക്ക ആൾക്കാരും, ചുരുക്കം ചില നടന്മാർ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ആ ക്യാമ്പയിൻ്റെ ഭാഗമായി സേവ് ലക്ഷദ്വീപ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഒരു താണ്ഡവം താത്തയുണ്ടല്ലോ, താത്ത എന്ന് വെച്ചാൽ മറ്റേ ആയിഷ സുൽത്താന, താണ്ഡവമാണ് BJP ഫാസിസം ഒരുപാട്, ഞാൻ ഇങ്ങനെ ഇവിടെ കിടന്ന് താണ്ഡവമാടുന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ ഈ താണ്ഡവം താത്തക്ക് ഇപ്പോൾ പിണറായി വിജയൻ മദ്യം കൊണ്ടുവരുമ്പോൾ താണ്ഡവമാടണ്ടേ? അതായത് പിണറായിയുടെ മദ്യം നല്ലതും മോദി കൊണ്ടുവരുമ്പോൾ അത് മോശവും അല്ലേ? എന്താണ് ഇവർ ഇരട്ടത്താപ്പെടുന്നത്? അപ്പോൾ പൃഥ്വിരാജിനും ഇവർ ടീമിനൊന്നും ഈ ലക്ഷദ്വീപിന് ഇപ്പോൾ ഷേവ് ചെയ്യണ്ടേ? അതായത് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് മോദി സർക്കാർ ഒരുപാട് റിഫോംസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. മാലദ്വീപിന് ഇന്ത്യൻ ടൂറിസ്റ്റുകളിൽ നിന്ന് ഒരു വർഷം കിട്ടുന്ന ഏകദേശം 30,000 തൊട്ട് 40,000 കോടി രൂപയാണ്. അപ്പോൾ ആ പൈസ എന്തുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ചെലവഴിച്ചുവിടാന്നല്ലോ, ആ ഒരു തോട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ്, നരേന്ദ്രമോദി സർക്കാർ, അതായത് ലക്ഷദ്വീപിൽ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 2 വർഷം മുന്നേ, അതിനുശേഷമാണ് ഈ മൊയ്സു പ്രസിഡൻ്റായി വരുന്നത്, നരേന്ദ്രമോദിയായിട്ടുള്ള ഇഷ്യൂ, അതൊക്കെ പിന്നീടാണ് വരുന്നത്. അപ്പോൾ ഏകദേശം ഈ മൊയ്സു 2 വർഷം മുന്നേ, മൊയ്സു വരുന്നതിന് 2 വർഷം മുന്നേ തന്നെ ഏകദേശം ഇന്ത്യ ഗവൺമെൻറ്റിന് മനസ്സിലായി അവിടെ മുഹമ്മദ് മൊയ്സു 1.5 വർഷം കഴിഞ്ഞാൽ അധികാരത്തിൽ വരും. അതായത് മൊയ്സു ഒരു ചൈന, ഒരു സോഫ്റ്റ് കോർണറിലുള്ള ഒരാളാണ്, അത് ഇന്ത്യയുടെ അത്യാവശ്യം ഒരു അകലം പാലിക്കുന്ന ഒരു നേതാവായിരുന്നു. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ്, ഒരു പഴം മുന്നേ എറിഞ്ഞിട്ട് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ, അതായത് ഈ ലക്ഷദ്വീപിലെ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് റിഫോംസ് പ്ലാൻ ചെയ്തു. അങ്ങനെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് പ്രഫുൽ പട്ടേലിനെ ഇങ്ങോട്ട് അയക്കുന്നു. അതായത് അദ്ദേഹം ഗുജറാത്തുകാരനാണ്. നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അവിടെ അദ്ദേഹം മന്ത്രിയായിരുന്നു. അവൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാലദ്വീപും ലക്ഷദ്വീപും തമ്മിലുള്ള ഒരു കോമൺ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂമിശാസ്ത്രപരമായി രണ്ടും ഏകദേശം സെയിമാണ്. അതായത് മാലദ്വീപിനെക്കാട്ടും ബ്യൂട്ടിഫുൾ ഐലൻഡ്സ് ഇവിടെയുണ്ട്. അതായത് ടൂറിസത്തിന് മാലദ്വീപിനെക്കാട്ടും പോസിബിലിറ്റി ഉള്ള ഒരു സ്ഥലമാണ് ഈ ലക്ഷദ്വീപ്. അത് ശരിക്കും ഇതുവരെ ഒരു ഗവൺമെൻറ്റും യൂട്ടിലൈസ് ചെയ്തില്ല. ഇപ്പോഴാണ് ഇന്ത്യൻ ഗവൺമെൻറ് ലക്ഷദ്വീപിൻ്റെ ആ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുകയും അവിടെ ഒരുപാട് റിഫോംസ് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വൻകിട കമ്പനികളായ താജ് ഗ്രൂപ്പ്, ഹയാത്ത്, മറ്റേ പ്രസ്റ്റീജ് ഗ്രൂപ്പ്, അങ്ങനെയുള്ള പല ആൾക്കാരും അവിടെ റിസോർട്ടും അങ്ങനെ ടൂറിസം പ്രോജക്റ്റുമായിട്ട് ഗവൺമെൻറ്റിന് മുമ്പിൽ പ്രപ്പോസൽ കൊണ്ടുവന്നു. അതായത് ഗവൺമെൻറ് അവർ ക്ഷണിച്ചിട്ട് അവർ അത് ആക്സെപ്റ്റ് ചെയ്യുകയും അവർ വൻകിട പ്രോജക്റ്റുകൾ, താജിൻ്റെ 2 വലിയ റിസോർട്ടുകളൊക്കെ അവിടെ വരുന്നു, പിന്നെ ഹയാത്തിൻ്റെ 3 വലിയ റിസോർട്ടുകൾ, വേൾഡ് ക്ലാസ് റിസോർട്ട് വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ അവിടെ സംഭവിക്കാൻ പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ അവിടെ ഒരു ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം. ആ ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ആൾക്കാർക്ക് അവിടെ പുതിയ പ്രോജക്റ്റുകൾ കൊണ്ടുവരാനും പറ്റൂ, അങ്ങനെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് അതായത് അവിടെ കുറച്ച് ബേസിക് റിക്വയർമെൻറ്റ്സ് ആവശ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് റിഫോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ മദ്യം കിട്ടിയിരുന്നില്ല, അവിടെ പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നില്ല, ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായില്ല, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം മോദി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതാണ് മദ്യം റിസോർട്ടിലും റിസോർട്ടും അങ്ങനെ ടൂറിസ്റ്റുകൾക്ക് മദ്യം അവൈലബിൾ ആക്കുക. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവരുമ്പോഴുണ്ടല്ലോ, അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് ഇവിടുത്തെ സിനിമാക്കാരൊക്കെ ഇടപെട്ടിട്ട് ഇവിടെ നമ്മുടെ തനതായ സംസ്കാരം, അവിടെ 90% മുസ്ലിംസാണ് താമസിക്കുന്നത്. അപ്പോൾ തനതായ സംസ്കാരം അവർക്കെതിരെയാണ്. ഇവിടെ ഞാൻ ചോദിച്ചു നോക്കട്ടെ, ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു ഭാഗമല്ലേ അല്ലേ? അപ്പോൾ അവിടെ ഭൂരിപക്ഷം മുസ്ലിം ആണെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഹറാമായ സാധനങ്ങളൊന്നും അവിടെ പറ്റില്ലെന്നുണ്ടോ? എന്തിനേറെ പറയുന്നത് ഈ സൗദി അറേബ്യ, ഇവരുടെയൊക്കെ അപ്പോസ്തലന്മാരായി, ഇവരൊക്കെ എല്ലാം പ്രമുഖ ആരാധനാലയങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളായ സൗദി അറേബ്യയിൽ പോലും വൻ റിഫോംസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പബ്ബ് വരുന്നു, മദ്യശാല വരുന്നു, സിനിമാ തിയേറ്റർ വരുന്നു, ലേഡീസിന് ബുർക്ക ധരിക്കേണ്ട, പിന്നെ ഫുട്ബോൾ കാണാൻ പറ്റുന്നു, എന്ത് വേണം ചെയ്യാം. അതായത് വലിയ മസാജ് പാർലർ വരുന്നു, എല്ലാം ഇത് സൗദി അറേബ്യയിൽ പറ്റും. പക്ഷേ ഇവിടെ പറ്റില്ലെന്ന്. ഇതെന്താ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമൊന്നും? ഇതെന്താ ഒരു സെപ്പറേറ്റ് ഇസ്ലാമിക് എൻറ്റിറ്റിയാണോ ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള റിഫോംസ്, അതായത് ഇന്ത്യൻ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യുന്ന നമ്മളെ ടൂറിസം പൊട്ടൻഷ്യൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരുപാട് പ്രൊജക്റ്റുകളുണ്ടായിരുന്നു. അതിനൊക്കെ ഭാഗമായിട്ടാണ് ഈ റിഫോംസ് വന്നത്. അപ്പോൾ അത് വരുമ്പോൾ നിങ്ങൾ ഫാസിസം വരുന്നതെന്ന് പറഞ്ഞ് ഭയങ്കര ചാനൽ ചർച്ചകളൊക്കെ വന്ന് അതിന് കുടപിടിക്കാൻ കുറേ ഇസ്ലാമിക് മീഡിയകളും കേരളത്തിലെ ഒട്ടുമിക്ക ഇസ്ലാമിക് മീഡിയകളും. അപ്പോൾ ഇന്ന് പിണറായി വിജയൻ ലക്ഷദ്വീപിൽ മദ്യം കൊണ്ടുവന്നപ്പോൾ നിങ്ങൾക്കാരും നിങ്ങളുടെ തനതായ സംസ്കാരത്തിന് മുകളിലെ കടന്നുകയറ്റമായിട്ട് തോന്നിയിട്ടില്ലേ?
അപ്പോൾ ഇപ്പോൾ സൈബർ കമ്മികളൊക്കെ ഇപ്പോൾ പറയുന്നത് അത് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഈ കേരള സർക്കാരിന് ആകെയുള്ള വരുമാനം ഒന്ന് മദ്യത്തിൽ നിന്നും ഒന്ന് ഈ ലോട്ടറിയിൽ നിന്നാണ്. ഈ പാവപ്പെട്ട ആൾക്കാർ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ, ട്രെയിനിൽ പോകുമ്പോൾ, അവിടെയൊക്കെ പോകുമ്പോൾ കാണുന്നില്ലേ പാവപ്പെട്ട ആൾക്കാർ ഈ ലോട്ടറി വിട്ടിട്ട്, ഇതൊക്കെ ഈ പിണറായി വിജയൻ സർക്കാരിനെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ടാണ് ഇവരെ. അപ്പോൾ ഇത് ഇവരെ അടുത്ത ടെറിട്ടറി നോക്കുകയാണ്, അതായത് എന്താ പറയുക, അടുത്ത എക്സ്പാൻഷൻ, കൂടെ അടുത്ത എക്സ്പാൻഷൻ, എങ്ങനെയെങ്കിലും കുറേ ഇവിടുന്ന് ലോക്കൽ ലിക്കർ അടിച്ച് ഇറക്കി അവിടെ കൊണ്ടിറക്കുക, അതൊക്കെയായിരുന്നു ഇവരെ പ്ലാൻ. ഇവരിറക്കുന്ന നല്ല ഹലാൽ മദ്യമാണോ, അത് മോദി ഇറക്കുന്ന ഹറാം മദ്യമാണോ? അപ്പോൾ അതാണ് ചോദിക്കുന്നത്. അപ്പോൾ അന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കിയതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. അതിനുശേഷമാണ് എന്താ പറയേണ്ടത്, ഈ നരേന്ദ്രമോദി അവിടെ മാലദ്വീപിൽ മുഹമ്മദ് വൈസും അധികാരത്തിൽ വരുന്നു, ഇന്ത്യയെ പ്രൊവോക്കേറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനുശേഷമാണ് നരേന്ദ്രമോദി നേരെ വന്നൊരു ഫോട്ടോ എടുത്തിടുന്നു, ലക്ഷദ്വീപിൽ നിന്നൊരു ഫോട്ടോ എടുത്തിടുന്നു, അത് വൈറലാവുന്നു. പിന്നീട് എന്താ പറയുക, മാസ് ബോയ്ക്കോട്ട് വരുന്നു, അതായത് മാലദ്വീപിലേക്കുള്ള ടൂറിസം മാസ് ക്യാൻസലേഷൻ വരുന്നു. അത് മേക്ക് മൈ ട്രിപ്പിലൊക്കെ എത്രയോ ക്യാൻസലേഷൻ വന്നു. അത് ശരിക്കും ടൂറിസത്തെ ശരിക്കും ബാധിച്ചു. അതുകൊണ്ട് അവർ പാർലമെൻറ്റിൽ പോലും ബഹളമുണ്ടായി, മൊയ്സുവിനെ പുറത്താക്കണം, മൊയ്സുവിൻ്റെ ഈ ആൻറ്റി ഇന്ത്യ ഒരു മൈൻഡ് സെറ്റ് രാജ്യത്തിന് ഗുണമല്ല, അതായത് ഏറ്റവും ടൂറിസ്റ്റുകൾ വരുന്ന ഇന്ത്യയിൽ നിന്നാണ്, അപ്പോൾ ഇന്ത്യയായിട്ട് എപ്പോഴും ഒരു സൗഹൃദത്തിൽ പോകുന്നത് നല്ലതാണെന്ന് ആ ഒരു പ്രശ്നം അവിടുത്തെ പാർലമെൻറ്റ് പോലും ഉന്നയിച്ചു. അപ്പോൾ മൊയ്സു ലാസ്റ്റും അവിടെ അവർക്ക് സാമ്പത്തികമായി തകർന്ന ഒരവസ്ഥ എത്തി. ലാസ്റ്റ് ഇന്ത്യയുടെ കാല് പിടിച്ച് ഇന്ത്യയാണ് സഹായിച്ചത് സാമ്പത്തികമായിട്ട്. അപ്പോൾ ആ ഒരു കരാറിൽ പല ഐലൻഡുകളും ഇന്ത്യക്ക് ടൂറിസം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യക്ക് കൈമാറുന്നതിൽ ഒരു അൺഒഫീഷ്യൽ ഇതുണ്ട്. അത് ഒഫീഷ്യൽ, അത് ഇതുവരെ കൺഫേം ആയിട്ടുള്ള പലതും ഇങ്ങനെ റിപ്പോർട്ടുകളും വന്നിരുന്നു ആ സമയത്ത്. അതായത് എത്രയോ ഐലൻഡ്സ് ഇന്ത്യക്ക് ഹാൻഡ് ഓവർ ചെയ്തു ഈ ടൂറിസം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി, എത്രയോ വർഷത്തേക്ക് ലീസ്, ആ ഒരു അതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ എത്ര $1 ബില്യൺ കൊടുത്തത്. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കിപ്പോൾ ഈ പൃഥ്വിരാജിന് ഇവർക്കൊന്നും ഇത് ഷേവ് ചെയ്യേണ്ട ആവശ്യമില്ലേ? അപ്പോൾ അത് വ്യക്തമായ കാരണം, ഇവിടെ ഒരുപാട് റിഫോംസ് വരുന്നതിന് പിന്നിൽ അവരെ എതിർക്കാനുള്ള കാരണം കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ മനസ്സിലായി. അതായത് ഇപ്പോൾ പണ്ടത്തെ മറ്റേ ദൈവം എല്ലാം പെട്ടെന്നാണ്, മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും, ഇപ്പോൾ എല്ലാം പെട്ടെന്നാണ്. ആ പ്രശ്നം ഉണ്ടായിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ലക്ഷദ്വീപ് തീരത്ത് 3,000-4,000 കോടിക്കടുത്ത് ഈ മറ്റേ ഇറാൻ, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന ഒരുപാട് ഡ്രഗ്സ് നേവി പിടിച്ചെടുത്തു. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഈ സിനിമാ മേഖല കൊച്ചിയിലെത്തും, അവിടുന്ന് കൊച്ചിയിലെത്തും, ഇതൊക്കെ അവിടുന്ന് വരും, കൊച്ചിയിലെത്തും, ലക്ഷദ്വീപിലേക്ക് വരും, കൊച്ചിയിലോട്ട് വരും, ഇത് സിനിമാ മേഖല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അത് ഇല്ലാതായി. ഇപ്പോൾ അവിടെ ആർമിയുടെ ഒരു ക്യാമ്പുണ്ട്, എല്ലാം ഉണ്ട്, എയർഫോഴ്സ്, ആർമി, നേവി എല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ ഫുൾ ടൈറ്റ് സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്തിട്ടാണ്, ഭയങ്കര സ്ട്രിക്റ്റ് ഒബ്സർവേഷൻ ആക്കിയിരിക്കുകയാണ് സീ സൈഡൊക്കെ. അപ്പോൾ ഇത്തരത്തിലൊരു ഉടായ്പ നടക്കുന്നില്ല. അത് നടക്കൂല എന്ന് കണ്ടപ്പോഴാണ് ഇത്തരം ഫാസിസത്തിൻ്റെ കടന്നുവരവ്, അതായത് നമ്മുടെ തനതായ സംസ്കാരത്തിൻ്റെ മുകളിൽ ഇവർ കടന്നു കയറും. ഇതൊക്കെയാണോ നിൻ്റെ തനതായ സംസ്കാരം? അതായത് ഈ ഡ്രഗ്സ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഈ ഇറാനിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ഇവിടുത്തെ കോളേജ് ക്യാമ്പസിലും കോളേജിലെ ക്യാമ്പസിലും ഇവരൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതാണോ നിൻ്റെ തനതായ സംസ്കാരം? അപ്പോൾ അതാണ് അതായത് അതുകൊണ്ടാണ് അവരന്ന് ഇത്തരത്തിലുള്ള ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് വന്നത്. പിന്നെ അത് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ദൈവം പെട്ടെന്ന് തന്നെ എല്ലാം കാണിച്ചിരുന്നുണ്ട്. അത് മൂടി വെക്കാൻ പറ്റില്ല. ഈ ഇഷ്യൂ ഉണ്ടായതിന് കുറച്ച് ദിവസം കഴിഞ്ഞോടുകൂടി ഇവരെ ലക്ഷദ്വീപ് കോസ്റ്റ് ഗാർഡ് പിടികൂടി ഇത്രയും വലിയ ഡ്രഗ്സ്. ഇതൊക്കെയാണല്ലോ ശരിക്കും നമ്മുടെ സിനിമാ മേഖലയ്ക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിണറായി വിജയൻ ചെയ്യുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ അത് ട്രൈ ചെയ്യുമ്പോൾ ഓഹോ, ഇവർക്കിപ്പോഴും ഈ ആൾക്കാർക്ക് ഇനിയും ലക്ഷദ്വീപിനൊന്നും സേവ് ചെയ്യണ്ടേ? എനിക്ക് അത്രമാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. പുതിയൊരു വീഡിയോ കാണാം.